അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഈവനിങ് വീഡിയോ ആട്ടോ ഇത്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആൾക്കാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ നട്ടായിരുന്നു കേട്ടോ. ആൾക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ മുട്ട ട്രൈക്കുള്ളിൽ ഇരുന്ന ആളുകളെയാട്ടോ. അവരെല്ലാം മാറ്റി നട്ടു കേട്ടോ. പിന്നെ ഇതാ തക്കാളി ഇതാ ഇത്രയായി. അത് മഞ്ഞ തക്കാളിയല്ല, ഇത് എനിക്ക് തോന്നുന്നു ചെറിയ തക്കാളിയാണെന്ന് തോന്നുന്നു. ചെറിയ തക്കാളി കുഞ്ഞി, നമുക്ക് ചുമ്മാ കടിച്ചൊക്കെ തിന്നാൻ പറ്റൂലേ ആ തക്കാളി. അവരെല്ലാം ഞാൻ നേരത്തെ ഇരുന്ന സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് സ്ട്രോബെറി അപ്പടി പോയി നിൽക്കുമായിരുന്നു. അതിപ്പം തന്നെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി മണ്ണിളക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സ്ട്രോബെറി വേറെ ഇലയൊക്കെ വന്നു. ആകെ രണ്ട് ഇലയേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്. പിന്നെ ഇതാ ഇവിടെ ഫുള്ള് ഞാൻ ചെത്തി വൃത്തിയാക്കി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നായിരുന്നു. ഇതിൽ ഫുള്ള് ഞാൻ ഓരോ സാധനം നട്ടിട്ടുണ്ട്. അത് കിളുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അതെനിക്ക് ഉറപ്പൊന്നുമില്ല കിളുക്കുമോ എന്നുള്ള കാര്യത്തിൽ, അതുകൊണ്ടാണേ. അപ്പം ഭയങ്കര വെയിലാണ് ഇവിടെ, ഡയറക്റ്റ് വെയിലടിക്കുന്നത് കൊണ്ട് ഞാൻ പൊതയിട്ട് കൊടുത്താൽ അത് ശരിയായിരുന്നില്ല. എങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. കുറച്ച് കരിയിലൊക്കെ വാരി അതിട്ട് ഞാൻ ചെയ്ത് വെച്ചതാണ്. അതെ, ഇനി പിന്നെ നമ്മൾ CR നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച പാവൽ തൈ ഇതാ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ടു. എന്താണെന്നറിയില്ല, ഇതിനൊരു പിന്നെ മഞ്ഞ കളർ കണ്ടോ, മഞ്ഞ കളർ ഇലയിൽ ഇങ്ങനെ മഞ്ഞ കളറായിട്ട് വരുന്നു. അത് മാറ്റാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യുമോ? എനിക്കങ്ങനെ കമൻസ് ഒന്നും വരാറില്ല കേട്ടോ. ഈ 3 മിനിറ്റുള്ള വീഡിയോ ഒക്കെ അങ്ങനെ ആര് കാണാനാണല്ലോ കുത്തിയിരുന്ന്. അപ്പോൾ ഇതുണ്ടോ, രണ്ടാമത്തെ തൈയാണിത്. ഈ തൈയിലും ഇതുപോലെ മഞ്ഞ കളറിൽ ഇത് പാട് വന്നേക്കുക. ഇതിന് 2 ഇല വരുന്നുണ്ട്. ഉണ്ടോ, 2 ഇല വന്നിട്ടുണ്ട് ഇതിന്. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് ഒരെണ്ണം കൂടെ ഞാൻ ഗ്രോ ബാഗിലല്ല വെച്ചത്. തുണിയുമ്പോൾ മാറി നിന്നാടെ, ഗ്രോ ബാഗിലല്ല വെച്ചത്. ഇത് ഞാൻ ഡയറക്റ്റ് മണ്ണിലാണ് വെച്ചത് കേട്ടോ. അതിലൊരു ഇല ഭയങ്കരമായിട്ട് പോയി. എനിക്കറിയില്ല ഇനി ഇത് ഈ ഇല കിളുക്കോ അത് എന്താവും ഈ ഒരു പാവലിൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇലയ്ക്ക് മാറ്റി നട്ടിട്ടുണ്ട്. കണ്ടോ, റോസാപ്പൂ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് മുട്ട ഉണ്ടായി നിൽക്കുവാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെ വളരുമോ എന്തായിരുന്നൊന്നും അറിയില്ല. വളർന്നിട്ടേ കാര്യമുള്ളൂ. ഇത് ഹൈബ്രിഡ് പാവൽ വിത്തായിരുന്നു കേട്ടോ മേടിച്ചത്. ഇനി അവിടെ തന്നെ പോയി എനിക്കൊരു എതിക്കൂട്ട് തൈ, വഴുതനയുടെ തൈ മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ മുട്ട ട്രെയിൽ വെച്ച വഴുതന തൈ എല്ലാം ഒരുമാതിരി ചീത്തയായി. അത് ശരിക്കും അങ്ങോട്ട് കിളുക്കുന്നില്ല. എന്തുകൊണ്ടാണ് അതിനെ ആ മുട്ട ട്രൈക്കകത്ത് വെച്ചത് കൊണ്ടാണോ എന്നറിയത്തില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഗുഡ് ഈവനിങ് ടു ഓൾ. ബൈ ബൈ.